ഉണ്ണി ബാലകൃഷ്ണൻ എന്ന സീനിയർ മാധ്യമ പ്രവർത്തകന്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ. റിപ്പോർട്ടറിൽ നിന്ന് പോയതിനു ശേഷം ഉണ്ണി സാർ വലിയ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു 15 മിനിറ്റ് കൊണ്ട് ആ ഒരു വിഷയത്തിന്റെ ഇൻഡെപ്ത് ഡീറ്റെയിൽസ് നമുക്ക് തരുന്ന ഒരു ഷോയാണത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഉണ്ണി ബാലകൃഷ്ണൻ ആവുമ്പോൾ അതിൻ്റെ ഒരു മതിപ്പും ഡെപ്തും ഇൻറ്റൻസിറ്റിയൊക്കെ വളരെ വലുതായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു നോളജും വിശകലന രീതിയും ഒക്കെ ഉള്ളതുകൊണ്ട് പ്രോംപ്റ്റ് പോലും ഇല്ലാതെ നിന്നങ്ങ് പറയല്ലേ ഉണ്ണി സാർ. കഴിഞ്ഞ ദിവസം വലിയ ഒരു ചർച്ച ആ വിഷയത്തിൽ അദ്ദേഹം സംസാരിച്ചത് കേട്ടപ്പോൾ എന്തുമാത്രം ശരിയാണെന്ന് തോന്നി. വിഷയം VD സതീശൻ എന്തുകൊണ്ട് ഇങ്ങനെ കോൺഗ്രസിന് തലവേദനയാകുന്നു എന്നുള്ള രീതിയിലായിരുന്നു. നോക്കൂ നിങ്ങൾ, VD സതീശൻ്റെ ഓരോ നിലപാട് മാറ്റങ്ങൾ എവിടെ നിന്നാണ് VD സതീശൻ തുടങ്ങുന്നത്? VD സതീശൻ നിലപാട് മാറ്റിയതിനെ മാധ്യമങ്ങൾ വിഷ്വൽ ഡേറ്റ സഹിതം പറയുമ്പോൾ പോലും അതിൽ നുണ കലർത്തി പോസിറ്റീവ് ബോഡി ലാംഗ്വേജോടുകൂടി കോൺഫിഡൻസോട് കൂടിയാണ് പറയുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള മുഖ്യന്റെ ശ്രമം. കള്ളം പറയുന്ന മുഖ്യമന്ത്രി, എന്നിട്ടും ജാള്യതയില്ല എന്നുള്ളതാണ്. നമ്മൾ VD സതീശനെ കുറിച്ച് പറയുമ്പോൾ നിലപാടുള്ള ഒരാൾ, എന്തു കാര്യത്തിലും ഗാഢമായ അറിവുള്ള ഒരാൾ, ആ കാര്യം പറയുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചു പറയുന്ന ഒരാളാണെന്നുള്ളതാണ്. ഈ ഒരു സെയിം മൈൻഡ് സെറ്റ് തന്നെയാണ് കള്ളം പറഞ്ഞു എന്നൊരു വസ്തുതാപരമായ തെളിവുകളോടുകൂടി സതീശനെ മാധ്യമങ്ങൾ ഉയർത്തി കാണിച്ചാലും സെയിം ബോഡി ലാംഗ്വേജും സെയിം ആറ്റിറ്റ്യൂഡും വെച്ചിട്ട് ആ കള്ളത്തിൽ കിടന്ന് സതീശൻ മറ്റു കള്ളങ്ങളിലേക്ക്, മറ്റു നിലപാടുകളിലേക്ക് മാറുമെന്നുള്ളതാണ് അപകടകരമായ സാഹചര്യമാണ്. ഏതു നേതാവിനെ കുറിച്ചും കോൺഗ്രസ്സുകാരെ കുറിച്ചും കോൺഗ്രസിലെ തന്നെയുള്ള സംഘടനകളെ കുറിച്ചും ഒക്കെ പറയുമ്പോഴും VD സതീശൻ അത് നിൽക്കുന്നു എന്നുള്ളതാണ്. എത്രയെത്ര കാര്യങ്ങളാണ് VD സതീശന്റെ മുന്നിൽ ചോദ്യങ്ങളായി നിന്നിട്ട് ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയാതെ നമ്മുടെ മുഖ്യമന്ത്രി പൂക്കി സ്റ്റൈലിലുള്ള ചിരിയുമായി മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മോഡിഫിക്കേഷനിൽ തുടങ്ങി ഇന്ന് ടാറ്റ കമ്പനിയുമായി നടത്തിയിരിക്കുന്ന വലിയ വാഗ്ദാനങ്ങൾ ഈ നാടിന് പറഞ്ഞെടുത്തു നിന്ന് ആ കമ്പനി അതില്ല, ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ചയിൽ ഇല്ലായിരുന്നു എന്ന് പറയുന്നിടത്തേക്ക് പോലും ആ കള്ളത്തിൻ്റെ വ്യാപ്തി വ്യാപിക്കുമ്പോൾ 2 മാസം മാത്രം പ്രായമുള്ള VD സതീശൻ എന്ന മുഖ്യമന്ത്രി ഇത്രമേൽ ഒരു ഹണിമൂൺ പീരിയഡിൽ ക്രൂശിക്കപ്പെടുന്ന, ക്രോസ് ക്വസ്റ്റ്യനിങ്ങിന് വിധേയനാകുന്ന ഒരു മുഖ്യമന്ത്രി 4.25 വർഷത്തിനപ്പുറം 5 വർഷം കഴിഞ്ഞ് മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കോൺഗ്രസും VD സതീശനും എവിടെയായിരിക്കുമെന്നുള്ളതാണ്. നോക്കൂ, ഹൈക്കമാൻഡിന്റെ വിമർശനം വന്നിരിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകരുടെ, സംഘടനകളുടെ മനോവീര്യം തകർക്കരുതെന്ന ശക്തമായ നിർദ്ദേശം ഹൈക്കമാൻഡ് കൊടുത്തിരിക്കുന്നു. ഹൈക്കമാൻഡിനെ VD സതീശൻ അനുസരിക്കാൻ സാധ്യതയില്ല. കാരണം താൻ എവിടെയാണ് നിൽക്കുന്നതെന്നും ഹൈക്കമാൻഡ് എവിടെയാണുള്ളതെന്നും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ പവർ ഇൻഫ്ലുവൻസ് ഇന്ന് ഇന്ത്യ മുന്നണിയിൽ എത്രമാത്രം ദുർബലപ്പെട്ടെന്നും ഉത്തമ ബോധ്യമുള്ളയാളാണ് സതീശൻ. അതുകൊണ്ട് സതീശന് മുകളിൽ ഹൈക്കമാൻഡിന് ഒരു സ്റ്റാൻഡ് എടുക്കാൻ കഴിയില്ല എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് സതീശൻ ഇവിടെ വലിയ രീതിയിൽ അഴിഞ്ഞാടുന്നത്.